ഹായ് ഫ്രണ്ട്സ്, ഡേ ഡ്രീമറിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലോട്ട് പോയാലോ? അതിനു മുന്നേ ഈ ചാനൽ സപ്പോർട്ടാക്കാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഈ ചാനൽ മുന്നോട്ട് പോകും. ഇനി സ്റ്റോറിയിലോട്ട് ജാനും ആസീസും കൂടെ കമ്പനിയുടെ 14th ആനിവേഴ്സറി നടത്തുന്ന ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. അവിടെ എന്തെല്ലാം സെറ്റ് ചെയ്ത് എത്രത്തോളം ആയി എന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ അസീസ് ജാനിനോട് പറയും, നിനക്കും പോളനും, അതായത് പോളൻ എന്ന് പറയുന്നത് ജാനിൻ്റെ ഗേൾ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് ഞാൻ മുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡി ബ്ലോക്കിൽ. അപ്പോൾ അവിടെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് എന്നെ നന്നായി കാണാം എന്നൊക്കെ പറയും. ഓ, ഞാൻ അച്ഛൻ്റെ കൂടെ ഇരുന്നേനല്ലോ എന്ന് ജാൻ പറയും. അപ്പോൾ അത് വേണ്ട, നിനക്കും പോളനും വേണ്ടി ഞാൻ പ്രത്യേകം അറേഞ്ച് ചെയ്യിപ്പിച്ചതാണെന്ന് അസീസ് പറയും. ഇതേ സമയം സനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഓടി നടന്നിട്ട് അവിടെ വന്നിരിക്കും. ഓ, മര്യാദക്ക് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ബിസ്ക്കറ്റും തിന്ന് നടന്ന എന്നെയാണ് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് എൻ്റെ കാല് വേദനയായിട്ട് വയ്യ എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ജെ വന്ന്, നീ റെഡിയാവുന്നില്ലേ? നിൻ്റെ ഡ്രസ്സ് അവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നീ എന്താ ഈ മോന്തയും വെച്ച് ഇങ്ങനെ ഇരിക്കുന്നേ? ഇന്ന് ഫംഗ്ഷൻ ഉള്ളതല്ലേ, എല്ലാ സ്റ്റാഫും പോയിട്ടുണ്ട്, പെട്ടെന്ന് വന്ന് പറയുമ്പോൾ സനം പറയും, ഞാൻ വരുന്നില്ല, എല്ലാവർക്കും എന്നെ അറിയൊന്നുമില്ലല്ലോ, അതുകൊണ്ടൊരു കുഴപ്പമില്ല, എനിക്ക് നിൻ്റെ ജോലി പോയത് തന്നെ എന്ന് പറഞ്ഞ് ജെ അവിടെ നിന്നും പോകും. സനയും ഒരു സ്വപ്നം കാണും. മാഡം, നിൻ്റെ ജോലി പോയത് തന്നെ. ലൈല, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന്. പലിശക്കാരൻ, എൻ്റെ പണം ഇങ്ങനത്തെ ആ സമയം കഴിഞ്ഞു. അച്ഛൻ, മോളെ നിൻ്റെ കല്യാണം ഞങ്ങൾ ഉറപ്പിച്ചു. മുസാഫിർ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, ഞാൻ എത്രയോ സന്തോഷവാനാണ്. അങ്ങനെ സനയും അവൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് കണ്ട് പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും. ജെ നിൽക്ക്, ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് സനയും ഓടും. ജാൻ പോളനെ വിളിച്ച്, നീ എവിടെ എത്തി, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ പോളൻ പറയും, ഞാൻ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷായിട്ട് വന്നേക്കാം, നമുക്കവിടെ വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് അസീസ് ചോദിക്കും, എങ്ങനെയുണ്ട് നിങ്ങളുടെ ജീവിതം, പോളനെ നീ കാണാറുണ്ടോ? ആ, അങ്ങനെ പോകുന്നു, വർഷത്തിൽ 2-3 തവണ കാണും, അത്രയേ ഉള്ളൂ എന്ന് ജാൻ പറയും. അങ്ങനെ സനയമും ജെയും ഓഡിറ്റോറിയത്തിലെത്തും. അപ്പോൾ ജെ പറയും, നമ്മുടേത് ഡി ബ്ലോക്കിലാണ്, മുകളിലേക്കാണ്. അപ്പോൾ സനയം പറയും, ഓ, ഞാനെന്നാ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം, അർജൻറ്റാണ്, എന്നാൽ നീ പോയി വാ, ഞാൻ അവിടെ ഇരിക്കാം. ഓ, എനിക്ക് നീ സ്ഥലം പിടിച്ചു വെച്ചാൽ മതി എന്ന് പറഞ്ഞ് സനയം ബാത്റൂമിലേക്ക് പോകും. ജെ മുകളിലേക്ക് പോകുന്നത് കണ്ട് ഗുലീസ് പറയും, നമുക്ക് ഡി ബ്ലോക്കിലല്ല, താഴെയാണ് സ്റ്റാഫിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സനയം, അവളെ എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് വന്നോളൂ എന്ന് പറഞ്ഞ് ജെ ഗുലീസിൻ്റെ കൂടെ പോകും. ഈ സമയം അയറിൻ വരും. അതാർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ അയറിൻ പറയും, ഞാനും ഒരു ബിസിനസ്സുകാരിയല്ല, ഞാൻ വന്നതിന് എന്താ കുഴപ്പം, എല്ലാവരും ഉണ്ടല്ലോ. അങ്ങനെ ജാനെല്ലാം മാനേജ് ചെയ്ത് അവളെ പറഞ്ഞേക്കും. പോളനെ വിളിച്ച് പറയും, നീ ഡി ബ്ലോക്കിലേക്ക് വാ, മുകളിലാണ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് ജാൻ അങ്ങനെ നടക്കും. ഇതേ സമയം തന്നെ സനയമും മുകളിലേക്ക് നടക്കും, ഡി ബ്ലോക്കിലേക്ക്. അവിടെ സനം ആകെ ഇരുട്ടാണ് കാണുന്നത്, ഒരാൾ പോലുമില്ല. അപ്പോൾ സനയന് ഇത് തന്നെയല്ലേ ഡി ബ്ലോക്ക് എന്ന് തോന്നും. അങ്ങനെ ജാൻ അവിടേക്ക് അതേസമയം വരും. ജാൻ പോളനാണെന്ന് കരുതി സനയമിനെ കിസ് ചെയ്യും. സനം പെട്ടെന്ന് ജാനിനെ ഉന്തി പുറത്തേക്ക് ഓടിപ്പോകും. ഇതെന്താ ഈ പെണ്ണിന് കാട്ടുപൂവിൻ്റെ ഒരു വാസന? പോളൻ തന്നെയല്ലേ. ഈ സമയത്താണ് പോളൻ മുകളിലേക്ക് വരുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് സംസാരിച്ചതിന് ശേഷം വീണ്ടും താഴോട്ട് തന്നെ പോകും. സനയം ആരോ എന്നെ കിസ് ചെയ്തെന്ന് പറഞ്ഞ് അയഹാന് മെസ്സേജ് അയക്കും. അയഹാൻ ആകെ വെപ്രാളപ്പെടും. ആരാ ചേച്ചി കിസ് ചെയ്തത്, ഇന്നലെ ജോലിക്ക് പോയതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും. അവളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുകയില്ല. പോളൻ, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, ഇതിട്ടിട്ട് എനിക്ക് വല്ലാത്ത ഇറിറ്റേഷൻ. ഓ, ഇത് നല്ല ലുക്കാണല്ലോ, നിനക്ക് ഇങ്ങനത്തെ വേഷമൊക്കെ ചേരുന്നുണ്ടെന്ന് പോളൻ പറയും. അങ്ങനെ ഞാനൊന്ന് വേഷം മാറി വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകും. അപ്പോൾ സമയം അവിടെയുള്ള എല്ലാ താടിക്കാരെയും ശ്രദ്ധിക്കുന്നുണ്ടാവും, അവരുടെ ഷൂസും ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം ഷൂസാണ് അവൾ കിസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചത്, നല്ല ഡാർക്ക് കളർ ബ്രാൻഡഡ് ഷൂ. പക്ഷേ അത് ആരുടെ കയ്യിലും ഉണ്ടാവില്ല. ജാനാണെങ്കിൽ ഡ്രസ്സ് മാറിയത് കൊണ്ട് അയാളുടെ മേലത് കാണുന്നില്ല. അങ്ങനെ ജാൻ്റെ ലോയർ പറയും, നിൻ്റെ അച്ഛൻ വെക്കേഷന് പോവുകയൊന്നുമല്ല, ക്യൂബയിലോട്ടാണ് പോകുന്നത്, അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്, ബ്രീത്തിങ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നിന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമമാവരുതെന്ന് വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാത്തത്, നീ ഇപ്പോൾ അച്ഛൻ്റെ കൂടെ സ്റ്റേ ചെയ്യണം. അങ്ങനെ ജാൻ അച്ഛനോട് പറയും, അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇനി ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്കൊക്കെ പോകും. പക്ഷേ എമ്രെ പോകുന്നത് അയറിൻ്റെ അടുത്തേക്കാണ്. അയറിൻ ഇപ്പോഴും അവൻ്റെ ഗേൾ ഫ്രണ്ടാണ്. അങ്ങനെ സനയം വീട്ടിലെത്തി ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ആകെ പേടിച്ചു പോകും. കാരണം അവിടെ അയഹാൻ ഉണ്ടാകും. രണ്ടുപേരും പരസ്പരം വായ പൊത്തും. ചേച്ചി പേടിക്കേണ്ട, ഇത് ഞാനാണെന്ന് അയഹാൻ പറയും. അങ്ങനെ എന്താ ചേച്ചി, എന്താ ഫോൺ ഓൺ ആക്കാഞ്ഞത്, ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എത്ര വിളിച്ചു, ആരാ ചേച്ചി കിസ് ചെയ്തത്, എനിക്കതൊന്നും അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഞാൻ എന്തായാലും കണ്ടെത്തും. അപ്പോൾ അയഹാൻ പറയും, എന്തായാലും ചേച്ചിയുടെ ഈ നായകന് നമുക്കൊരു പേരിടണ്ടേ. അപ്പോൾ സനയം പറയും, ആൽബട്രോസ് എന്ന് പറഞ്ഞ ഒരു പക്ഷിയാണ്.
ആൽബട്രോസിന് ഒരു തുണ കിട്ടിയ പിന്നെ ജീവിതകാലം മുഴുവൻ ആ ഒരാളെ മാത്രമേ സ്നേഹിക്കൂ. വേറെ ആരെയും അതിന് തുണയാക്കാൻ കഴിയില്ല. ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. എനിക്ക് ആ ആളെ കണ്ടെത്തണം. എനിക്ക് പ്രേമം തുടങ്ങിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ജാനും അസീസും സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് എംറെ വരുന്നത്. ഞാൻ നാളെ അങ്ങ് വെക്കേഷന് പോകും. ഇനി മുതൽ നീ വേണം നമ്മുടെ കമ്പനി നോക്കാൻ. അതിന് എംറെ ഇല്ല ഇവിടെ. അവൻ നന്നായി നോക്കുമല്ലോ. നീ കരുതുന്നത് പോലെയൊന്നല്ല. അവൻക്ക് നിൻ്റെ മാതിരി ഫിനാൻഷ്യലി ഒന്നും അറിയത്തില്ല, ക്രിയേറ്റിവിറ്റിയും ഇല്ല. അവനോട് ഇതെങ്ങനെ നേരിട്ട് പറയുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ തന്നെ വേണം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ. ഇതൊക്കെ കേട്ടുകൊണ്ട് വന്ന എംറയുടെ മനസ്സാകെ തകർന്നു പോകും. അച്ഛനോട് വല്ലാത്ത ദേഷ്യം തോന്നും. ആരോടുമൊന്നും മിണ്ടാതെ അവൻ അവൻ്റെ റൂമിലേക്ക് പോകും. അച്ഛനും കിടക്കാൻ പോകും. അങ്ങനെ അസീസ് വെക്കേഷന് പോവുകയാണ്. 2 മക്കളെയും വാരി പുണർന്ന്. ഞാൻ പോകണം. ഇനി നിങ്ങൾ 2 പേരും വേണം നമ്മുടെ കമ്പനി നോക്കാൻ. ചേട്ടനെ ഞാനെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഓ, അത് നിങ്ങളേതായാലും തീരുമാനിച്ചതല്ലേ. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വച്ചാൽ ഞാനൊന്നും നോക്കുന്നില്ല എന്ന് എംറെ പറയുന്നു. അതെന്താ മോനെ നീ അങ്ങനെ പറയുന്നത്? നിന്നെ ഇന്നലെ ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു ഇതൊക്കെ ഒന്ന് പറയാൻ. നീ നേരം വൈകി വന്നത് കൊണ്ടാണ് പറയാൻ വിട്ടത്. നിങ്ങൾ 2 പേരും നമ്മുടെ കമ്പനിയിലെ സ്പൈ ആരാണെന്ന് കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പോകും. സനം ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോൾ മുസാഫിർ ഒരു ഫ്ലവറൊക്കെ കൊണ്ടുവന്ന് ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വരികയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തിൽ സംസാരിക്കും. അപ്പോൾ നീ എന്നെ എന്താ വിടാനെന്താ പ്ലാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നൈസായി മുങ്ങും. അങ്ങനെ ഓഫീസിലെത്തിയ സനം ഒരു താടിക്കാരൻ്റെ ഫോട്ടോ എടുക്കും. അത് കണ്ട് ഗുലീസ് ചോദിക്കും, നീ എന്തിനാ അഹമ്മദിൻ്റെ ഫോട്ടോ എടുക്കുന്നത്? ഞാൻ താടിക്കാരുടെ ഫോട്ടോ എടുത്ത് ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇന്നു മുതൽ നമ്മുടെ കമ്പനിയിൽ ജാനാണ് വരുന്നത്. അദ്ദേഹമാണ് ഇനി മുതൽ ഈ സ്ഥാപനം നോക്കി നടത്തുക. അപ്പോൾ സനം ചോദിക്കും, ഞാൻ ഇതുവരെ അയാളെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ കാട് കയറി നടക്കുന്ന ഒരു മനുഷ്യന് വന്നാൽ ഈ കമ്പനി നോക്കാൻ പറ്റുമെന്ന്? അത് എംപ്ലോയീസിനെ ബാധിക്കില്ലേ? ഈ സ്ഥാപനത്തിനെ ബാധിക്കില്ലേ? നമുക്കെല്ലാവർക്കും നല്ല വർക്ക് ചെയ്യാൻ കഴിയും. ഈ സമയമായിരിക്കും ജാന് സനത്തിൻ്റെ ബേക്കിൽ വന്ന് നിൽക്കുന്നത്. ഗുലീസും ജയജയും കണ്ണുകൊണ്ട് ഓരോ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും സനം ഒന്നും ശ്രദ്ധിക്കാതെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരിക്കും. നമ്മുടെ ജാൻ ആണെങ്കിലും വേറെ ഏത് ബോസ് ആണെങ്കിലും ബാക്കിലാണ് വന്ന് നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ സനത്തിന് തന്നെ ഡൗട്ടടിക്കും, ഇനി ബോസ് എങ്ങാനും ബാക്കിൽ വന്ന് നിൽക്കുന്നുണ്ടോയെന്ന്. അങ്ങനെ ജാൻ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കണ്ണുകളിലേക്ക് കുറച്ച് നേരം നോക്കി നിൽക്കും. അവളും അങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ ജാൻ ചോദിക്കും, എൻ്റെ പേരെന്താ? എൻ്റെ പേര് സനയും. 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വന്നിരിക്കണമെന്ന് പറഞ്ഞ് ജാൻ പോകുന്നു. ഓ, ഇതോടെ ഇവിടുത്തെ പണി കഴിഞ്ഞല്ലേ എന്ന് ചോദിച്ച് അന്നത്തെ എപ്പിസോഡ് അവസാനിക്കും. അടുത്ത എപ്പിസോഡ് കാണുന്നത് വരേക്കും ബൈ.